ഒരു നാടിന്റെ മുഴുവൻ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി മൂന്നാറിൽ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു. 2ാം മൈലിലെ അമ്പാടി റെസിഡൻസി എന്ന എസ്റ്റേറ്റ് സർക്കാർ വഴി കെട്ടിയടച്ചും വനം കയ്യേറിയും പ്രവർത്തനം നടത്തുന്നു. ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും എസ്റ്റേറ്റിലേക്ക് വിദേശികളായ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നുണ്ടെന്നും റിപ്പോർട്ടർ അന്വേഷണത്തിൽ വ്യക്തമായി. 2ാം മൈലിലെ റോഡരികിൽ കഴിഞ്ഞ 53 ദിവസമായി ഉയർന്നിരിക്കുന്ന ഈ സമരപന്തലാണ് ഞങ്ങളെ റിസോർട്ടിന്റെ പ്രവർത്തനം സംബന്ധിച്ച അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. മകൻ്റെ കൊച്ച് വീണ് തല പൊട്ടി. ഞങ്ങൾ വണ്ടി വിടാതെ ഞങ്ങൾ ഇവിടുന്ന് റോഡ് വരെ എടുത്തോട്ട് ഓടിയിട്ടാണ് ഒരു ഓട്ടോ വിളിച്ചു പോയി 3 ടിച്ചിട്ട് കൊണ്ടുവന്നത്, ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന കൊച്ചിന്. അങ്ങനെയൊക്കെ ഉള്ള ഇതിലെ ഞങ്ങളിപ്പോൾ ഇവിടെ കിടക്കുന്നത് വഴിയില്ലാതെ. അമ്പാടി എസ്റ്റേറ്റ് എന്ന റിസോർട്ടുകാർ പഞ്ചായത്ത് വഴിയുടെ ഒരു ഭാഗം കൊട്ടിയടച്ചും കയ്യേറിയും തടസ്സം സൃഷ്ടിച്ചതോടെ സമീപവാസികളായ 15ഓളം കുടുംബങ്ങൾക്കുണ്ടായ ദുരിതമാണ് നിങ്ങൾ ഈ കേട്ടത്. നാട്ടുകാരുടെ പരാതി പ്രകാരം ഉദ്യോഗസ്ഥർ സർവേ നടത്തി സ്ഥാപിച്ച ഈ ലാൻഡ്മാർക്ക് കയ്യേറ്റത്തിന് തെളിവാണ്. വഴി കൊട്ടിയടക്കരുതെന്ന് കാട്ടി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ ഉത്തരവും ലംഘിച്ചുകൊണ്ട് ഉടമകൾ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ഇനി ഈ രേഖകൾ കൂടി കാണുക. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് ചുറ്റിലുമുള്ള സർവേ നമ്പറുകൾ വനഭൂമിയാണ്. ഇതും കൈയടക്കി വെച്ച് ടൂറിസത്തിനായി ഉപയോഗിക്കുകയാണിവർ. ഇതിനുള്ളിലെ പൊതുകിണറും ഇവർ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ലൈസൻസ് മാർച്ച് മാസം 31-ാം തീയതി അവസാനിച്ചിരിക്കുകയാണ്. റിസോർട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട്. റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയതാണിത്. എന്നിട്ടും റിസോർട്ടിലേക്ക് വിദേശ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതിന് ഈ ദൃശ്യങ്ങൾ സാക്ഷി. പാവപ്പെട്ട നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിനൊപ്പം ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടരുന്ന റിസോർട്ടിനെതിരെ ഒരു നടപടിയും അധികൃതർ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. സർക്കാർ രേഖകളിൽ കയ്യേറ്റവും അനധികൃത പ്രവർത്തനങ്ങളും വ്യക്തമായിട്ടും ഇതുവരെയും അധികൃതർ നടപടിയെടുക്കാത്തതിനു പിന്നിൽ ന്യായമായും ഒത്തുകളിയുണ്ടെന്ന് സംശയിക്കാം. മൂന്നാറിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.